ഫോട്ടോയുടെ ഏതെങ്കിലും ഒരു ഭാഗം ആവശ്യമായ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ക്രോപ്പ് ടൂൾ ഉപയോഗിക്കുന്നത്. കീബോർഡിൽ സി എന്ന അക്ഷരം പ്രസ് ചെയ്തുകൊണ്ട് ക്രോപ്പ് ടൂൾ ആക്ടിവേറ്റ് ചെയ്യാം. ഇതാണ് ക്രോപ്പ് ടൂൾ. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആവശ്യമായ രീതിയിൽ ആവശ്യമായ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം. എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം മാത്രമായിട്ട് ലഭിക്കും. ഇനി നമുക്കിതൊരു പാസ്പോർട്ട് സൈസിലേക്ക് കോപ്പി ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളിവിടെ ഈ കാണുന്ന ഭാഗത്ത് വിഡ്ത്ത് എന്നുള്ളതിൽ പാസ്പോർട്ടിൻ്റെ വിഡ്ത്ത് കൊടുക്കുക 3.5 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററാണ് അവിടെ വരുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ നേരിട്ടിട്ട് സെൻറ്റിമീറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 4 സെൻറ്റിമീറ്റർ കൊടുക്കുക. അതിനുശേഷം ഫിക്സൽ നിങ്ങൾക്ക് നോർമലി 72 അല്ലെങ്കിൽ 200 കൊടുക്കുക. അതിനുശേഷം ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ ആവശ്യമായ ഭാഗം ഇതിൽ കൊണ്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇങ്ങനെ കൊള്ളണില്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിൽ സ്പേസ് ബാർ അമർത്തി പിടിച്ചുകൊണ്ട് ആവശ്യമായ സ്ഥലത്തേക്ക് നമുക്ക് നീക്കി വെക്കാനും സൈസ് ചെയ്യാനായിട്ടും സാധിക്കും. അങ്ങനെ സൈസ് ചെയ്യുക, ആവശ്യമായ രീതിയിൽ സൈസ് ചെയ്യുക, വിടുക. എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാസ്പോർട്ട് സൈസ് ഫോട്ടോതിൻ്റെ വലുപ്പത്തിലായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇനി നമുക്കിതിൽ ഈ ചിത്രങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതാണ്. മറ്റ് നമ്മുടെ അതിനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ വഴിയെ പഠിക്കുന്നുണ്ട്. ഇതുപോലെ ഇതിന് മാസ്ക് കൊടുക്കുന്നതിനായിട്ട് റെക്ടാങ്കുലർ മാർക്ക് ടൂൾ ഉപയോഗിക്കുക. അതിനുശേഷം ഏതാണ്ട് എഡ്ജ് കണക്കാക്കിയിട്ടുകൊണ്ട് ഇവിടേക്ക് ഇങ്ങനെ വരയ്ക്കുക. എഡ്ജിനെ ഏതാണ്ട് ബേസ് ചെയ്തുകൊണ്ട് വരയ്ക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ഇൻവേഴ്സ് കൊടുക്കുക. അതിനുശേഷം എഡിറ്റിൽ ഫില്ലിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് വെള്ളയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അതല്ലെങ്കിൽ കളറിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം വെള്ള സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു മാസ്ക് ഫോട്ടോൻ്റെ മാസ്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന ചിത്രം റിമൂവ് ചെയ്യുന്നത് വഴിയെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതാണ് ക്രോപ്പ് ടൂൾ. ഈ ക്രോപ്പ് ടൂളിൽ കാണുന്ന മറ്റ് 2 ടൂളുകൾ വെബ് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ടൂളുകളാണ്. അവ വിശദമാക്കുമ്പോൾ അവ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്.